കേരളത്തിലും മിക്ക ജില്ലകളിലും ശക്തമായ മഴ പെയ്യുന്നത് നമ്മൾ കണ്ടു. ആലപ്പുഴയിൽ രാത്രി ശക്തമായ മഴയും കാറ്റുമുണ്ടായി. ഈ കാറ്റിൽ അർബുദ രോഗിയുടെ വീട് തകർന്ന വാർത്ത റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു. ഞങ്ങളുടെ വാർത്താ സംഘം ഇന്ന് ആ വീട് നേരിട്ട് സന്ദർശിച്ചു. യുദ്ധത്തിന്റെ പടുകുഴിയിലാണ് യഥാർത്ഥത്തിൽ ആ കുടുംബം. സുമനസ്സുകൾ കലിഞ്ഞാൽ മാത്രമേ ജീവിത ദുരിതത്തിൽ നിന്ന് അവർക്ക് കരകയറാനാണ്. ഒരു ദുരിതത്തിൽ നിന്ന് കരകയറാൻ പെടാപ്പാട് പെടുമ്പോഴാണ് ഈ വയോധികർക്ക് മുൻപിൽ അടുത്ത ദുരിതം തലയ്ക്കുമീതെ വന്നു നിൽക്കുന്നത്. ഇന്ന് രാവിലെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് അർബുദ രോഗിയായ കൃഷ്ണൻകുട്ടിയുടെ വീട് തകർന്നത്. 18 വർഷം മുൻപ് പട്ടികജാതി വികസന ഫണ്ടിൽ നിന്ന് നിർമ്മിച്ചതായിരുന്നു ഈ വീട്. ലൈഫ് പദ്ധതിയിലൂടെ പുതിയ വീട് നൽകണമെന്നാവശ്യപ്പെട്ട് കൃഷ്ണൻകുട്ടി പലതവണ ഗ്രാമസഭയിൽ അപേക്ഷ നൽകി. പക്ഷേ അധികൃതരുടെ കണ്ണു തുറന്നില്ല. ഞങ്ങളെല്ലാവരും കൊണ്ട് വലിയ അപകടം ഒഴിവായി. ദൈവത്തിന്റെ അനുഗ്രഹം. ഈ പൈസ ഒന്നും നന്നാക്കി വെപ്പന എടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നുമില്ല. ലൈഫിലൊക്കെ പോയി ലൈഫിന്റെ പരിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും കൂലിപ്പണിക്കാരായി. അവിടെ തൊഴിലുറപ്പിൽ വന്ന പൈസ കൊണ്ടാണ് അങ്ങനെ ജീവിച്ചു പോകുന്നത്. മക്കൾ വിവാഹം കഴിഞ്ഞ് വീട് മാറിയതോടെ കൃഷ്ണൻകുട്ടിയും ഭാര്യയും മാത്രമാണ് ഈ വീട്ടിൽ താമസം. തൊഴിലുറപ്പ് ജോലിയിലൂടെ ഭാര്യ വിജയമ്മയ്ക്ക് ലഭിക്കുന്ന പണമാണ് കുടുംബത്തിന്റെ വരുമാനം. സകലതും നശിച്ച് നാണക്കല്ല. ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. ഞാനാണ് തൊഴിലുറപ്പിന് പോയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. പുള്ളിക്ക് ക്യാൻസർ പേഷ്യൻ്റ് ആയതുകൊണ്ട് പുള്ളിക്കെങ്ങും പോകാനൊക്കെ 1 വർഷത്തോളമായി തുടങ്ങിയിട്ട്. ഇഞ്ചക്ഷൻ്റെ മരുന്നിന് 21,000 രൂപയാണ്. ഹെൽത്ത് കാർഡ് കാണിക്കുന്നത് 15 രൂപയ്ക്ക് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ചികിത്സയ്ക്ക് പോയിരിക്കുമായിരുന്നു. ഇന്നലെ പോയിച്ചും വന്നപ്പോഴാണ് ഈ സംഭവം നടന്നത്. അർബുദം ശരീരത്തെ വലിഞ്ഞു മുറുക്കുമ്പോഴും കൃഷ്ണൻകുട്ടിക്കും വിജയമ്മയ്ക്കും മുമ്പിലുള്ള അതിജീവനത്തിന്റെ പാത വളരെ പ്രയാസപ്പെട്ടതാണ്. മലിനജലം കെട്ടിക്കിടക്കുന്ന ഈ ഇടവഴിയിലൂടെ വേണം വീട്ടിലേക്ക് കയറാൻ. ഈ വീട് പോലെ തന്നെ ഇവരുടെ ജീവിതവും ഇവിടെ തകർന്നു കിടക്കുകയാണ്. സുമനസ്സുകൾ തണിഞ്ഞാൽ മാത്രമേ മാറാവേദനയിലും ഒരു ഇച്ഛാശ്വാസം ഇവരെ തേടി എത്തുകയുള്ളൂ. വീഡിയോ ജേർണലിസ്റ്റ് സലിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത് റിപ്പോർട്ടർ ആലപ്പുഴ.